ഹായ് ഓൾ അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്കൊരു മീൻ ചുട്ടെടുത്താലോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കാണാം. നമുക്ക് ആദ്യം മസാല റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് മിക്സിൻ്റെ ജാറിലേക്കൊന്ന് 2 കഷ്ണമായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ ഒരു പിടി വെളുത്തുള്ളിയും പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയും ചെറുതായി ഇരുന്നിട്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഒരു വലിയ ഉള്ളിൻ്റെ പകുതി അതും കൂടി അതിലേക്ക് ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ എന്തെന്ന് കറിവേപ്പില ഉണ്ടെങ്കിൽ അത് ചേർക്കാം കേട്ടോ. പിന്നെ ഇതാ 1/2 സ്പൂണ് ചെറിയ ജീരകം, 1 സ്പൂണ് വലിയ ജീരകം, 1/2 സ്പൂണ് ഉലുവ, പിന്നെ 2 സ്പൂണ് കുരുമുളക് പൊടി. അത്യാവശ്യം നല്ല എരിവൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് 1/2 സ്പൂണ് ഗരം മസാലയും പിന്നെ 2 സ്പൂണ് ഫിഷ് മസാലയിലെ അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 സ്പൂണ് പിന്നെ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് സിർക്ക കൂടി ഒഴിച്ച് കൊടുക്കുക. കുറച്ച് അധികം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ, നല്ല പുളിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട്. പിന്നെ അതൊക്കെ മിക്സിയിൽ നടിച്ചതിന് ശേഷമാണ് തക്കാളി ഇടാത്തത് ഓർമ്മ വന്നത്. പിന്നെ ഒരു തക്കാളി ഒരു ചെറിയ തക്കാളി കേട്ടോ, അതെടുത്തിട്ട് അതിലേക്ക് മുറിച്ചിട്ടിട്ട് നല്ല പോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ മീനൊക്കെ ഞാൻ വൃത്തിയാക്കിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ 2 ഭാഗവും ഇതുപോലെ ഒന്ന് വരയിട്ട് കൊടുക്കുക. എന്നാൽ വേഗം അതിൻ്റെ ഉള്ളിലൊക്കെ മസാല പിടിക്കുമല്ലോ, അതിന് വേണ്ടിയിട്ട് പിന്നെ ഒന്ന് വരയിട്ട് കൊടുത്തിട്ട് നല്ല പോലെ നമ്മൾ അരച്ച് വെച്ച മസാല അതിൻ്റെ മുകളിലേക്ക് നല്ല പോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. തിരിച്ചും മറിച്ചും ഇട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ ആക്കിയിട്ട് അത് മസാജ് ചെയ്തിട്ട് ആ മസാല ഒരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. പിന്നെ മീനായതുകൊണ്ട് വേഗം അതിൻ്റെ ഉള്ളിലൊക്കെ മസാല പിടിക്കും. 1.5 കിലോ മീനാണ് കേട്ടോ ഇത് പൂമീനാണ് എടുത്തത്. ഇത് മറ്റേ ചെമ്പല്ലിയോ അങ്ങനത്തെ എന്തെങ്കിലും അങ്ങനെ അടിപൊളി ടേസ്റ്റ് ഉണ്ടാവും. ഇതിനും ടേസ്റ്റൊന്നും കുറവൊന്നും ഉണ്ടായിട്ടില്ല, എന്നാലും ഞാൻ പറയായിരുന്നു. പിന്നെ അത് നല്ലൊരു വാഴേൻ്റെ ഇലയിൽ ഇതുപോലെ വെച്ചതിന് ശേഷം അലൂമിനിയം ഫോയിലില്ലേ അതിൽ നല്ല പോലെ ഒന്ന് കവർ ചെയ്തെടുക്കണം. കാരണം ചുട്ടെടുക്കുന്നതല്ലേ, അതുകൊണ്ട് ഇതുപോലെ കവർ ചെയ്ത് കൊടുക്കണം കേട്ടോ. നല്ല പോലെ പിന്നെ അടുപ്പിലൊക്കെ വെച്ചാൽ ഒന്ന് കരിയാത്ത വിധത്തിലുള്ള ഫോയിലും കൊണ്ടും മറ്റേ വാഴൻ്റെ ഇല കൊണ്ട് നല്ല പോലെ പൊതിഞ്ഞെടുക്കുക. പിന്നെ ചിരട്ടയൊക്കെ ഇട്ടിട്ട് നല്ല പോലെ കനലാക്കി എടുത്തിട്ടുണ്ട്. അത് തീ തന്നെ ഉണ്ട്, അത് ഇടുമ്പം തന്നെ അത് കെടുമല്ലോ, അതുകൊണ്ട് പിന്നെ അതിലേക്ക് തന്നെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 2 വശവും കനലിൽ തിരിച്ചും മറിച്ചും ഇട്ട് അതൊന്ന് വേവിച്ചെടുക്കണം. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. ഞാൻ ഒരു കയ്യിൽ വെച്ചിട്ട് അതിനെ മറിച്ചിടാൻ നോക്കിയിട്ട് എനിക്ക് പറ്റിയിട്ടില്ല. പിന്നെ ഞാനിതാ 2 കയ്യിൽ വെച്ചിട്ട് അതൊന്ന് മറിച്ചിട്ടിട്ട് ഒരു നല്ല പോലെ വേവിച്ചിട്ട് ഒരു 1/2 മണിക്കൂർ വേവിക്കണം കേട്ടോ, തിരിച്ച് മറിച്ച് വിട്ടിട്ട്. അപ്പോൾ മീനായതുകൊണ്ട് പിന്നെ അത്യാവശ്യം വേഗം കുക്കാകും. പിന്നെ ചിക്കനെല്ലാം ആണെങ്കിൽ കുറച്ചധികം കൂടി ടൈം എടുക്കും. ചിക്കനും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതുപോലെ ചുട്ടെടുത്താൽ. എന്നിട്ട് ഇതുപോലെ നല്ല ആവി പറക്കുന്ന ഇത് തുറക്കുമ്പം തന്നെ ഫോയിൽ ഇങ്ങോട്ട് മാറ്റുമ്പം തന്നെ അല്ലേ നല്ലൊരു മണം വന്നിന്. ആ മണം തന്നെ മതി നമുക്ക് തിന്നാൻ വേണ്ടിയിട്ട്. ഇതിന് കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ചപ്പാത്തിയാണ് ഉണ്ടാക്കിയത്. എൻ്റെ ഹസ്ബൻഡിന് ഉണ്ടാക്കി കൊടുത്തതിൽ വെച്ച് ഏറ്റവും വീണ്ടും വീണ്ടും വേണമെന്ന് ആവശ്യപ്പെടുന്ന ഒരേ ഒരു ഐറ്റംസാണ്. ഞാൻ ഒരു പ്രാവശ്യം ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തിട്ടില്ലോ. എപ്പോഴും പറയും അന്ന് ചുട്ട മീനിൻ്റെ ടേസ്റ്റ് നാവൊന്ന് പോയിട്ടില്ല എന്ന്. എന്തുണ്ടാക്കി കൊടുത്താൽ ഏറ്റവും കാര്യമില്ല, ഇതിൻ്റെ ടേസ്റ്റാണ് ഇടയ്ക്കിടെ എന്നോട് പറയാറുള്ളത്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ എന്നും പറയുന്നത് പോലെ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ റെസിപ്പിയും പുതിയ വിശേഷങ്ങളുമായി വീണ്ടും വരുന്നത് വരേക്കും ബൈ.